ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പൈങ്കുനി ആറാട്ട് ഘോഷയാത്ര ഇതാ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടുമുന്നിലായി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് വേണ്ടി ഒരു ഘോഷയാത്രയ്ക്കായി ഒരു വിമാനത്താവളം തന്നെ അടച്ചിട്ടുകൊണ്ട് റൺവേ തുറന്നു കൊടുക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ്. 5 മണിക്കായിരുന്നു ഈ ഘോഷയാത്ര ചടങ്ങുകൾ ആരംഭിച്ചത്. അതായത് 5 മണിക്ക് ആറാട്ട് ചടങ്ങുകൾ ആരംഭിച്ചു. ശ്രീകോവിലിലെ ദീപാരാധനയ്ക്ക് ശേഷം ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭസ്വാമിയുടെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും വിഗ്രഹവുമായുള്ള ഘോഷയാത്രയാണ് പിന്നീട് കണ്ടത്. ഈ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പിന്നീട് ഈഞ്ചക്കൽ വഴി ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് വരെ നിരവധി ആളുകളാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നേരത്തെ തന്നെ വിമാനത്താവളം അടച്ചിടുമെന്നുള്ള കാര്യം മുന്നറിയിപ്പായി തന്നെ നൽകിയിരുന്നു. വർഷത്തിൽ 2 തവണയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി വിമാനത്താവളം അടച്ചിട്ടുകൊണ്ട് റൺവേ തുറന്നു നൽകുന്നത് എന്നതാണ്. അതായത് ഈ വിഗ്രഹങ്ങളുടെ ആറാട്ടിനായി ഈ വഴി സഞ്ചരിച്ചുകൊണ്ട് ശംഖുമുഖത്തേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് ഈ ഘോഷയാത്ര. പ്രധാനമായും പൈങ്കുനി മഹോത്സവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളം അടച്ചിടും. അത് 4:45 മുതൽ ഇന്ന് 4:45 മുതൽ രാത്രി 9 മണി വരെയാണ് വിമാനത്താവളം അടച്ചിടുന്നത്. ഒപ്പം തന്നെ വിമാനങ്ങളൊന്നും തന്നെ ആ സമയത്ത് സർവീസ് നടത്തില്ല. കൃത്യമായി അതിൻ്റെ സമയക്രമങ്ങളൊക്കെ തന്നെയും നേരത്തെ വിമാന അധികൃതർ ഈ എയർപോർട്ട് അധികൃതർ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഘോഷയാത്ര ഇനി ശംഖുമുഖത്തെത്തി ഈ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന രീതിയിലാണ് ചടങ്ങുകളുള്ളത്. ഈ വർഷത്തിൽ 2 തവണ എന്ന് പറഞ്ഞതുപോലെ ആദ്യം ഈ അൽപ്പശി ആറാട്ടിനും ഇതേ രീതിയിൽ ഘോഷയാത്രയായി ഈ ശംഖുമുഖത്തേക്ക് എത്താറുണ്ട്. ഒപ്പം തന്നെ പൈങ്കുനി ആറാട്ടിൻ്റെ ഭാഗമായും പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായുമായാണ് ഇങ്ങനെ ഈ വിമാനത്താവളം വഴി ഈ ശംഖുമുഖത്തേക്ക് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. വലിയൊരു ജനത്തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേക്കോട്ട മുതൽ ഈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സമയം വരെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ആർമിയുടെയും പോലീസിൻ്റെയും ശക്തമായ ഒരു സുരക്ഷാ വിന്യാസം തന്നെ ഓരോ ഭാഗങ്ങളിലായി ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ഈ വിമാനത്താവളത്തിലേക്ക് കയറാൻ കൃത്യമായി ഒരു പാസുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ പാസ് ഉപയോഗിച്ചാണ് ഓരോരുത്തരായി ഈ വിമാനത്താവളത്തിലേക്ക് കയറാൻ കഴിയുക എന്നുള്ളതാണ്. ഏതായാലും വാദ്യമേളങ്ങൾ, കതിനവെടി, കലാപരിപാടികൾ, അങ്ങനെ സമ്പന്നമായ ഒരു എഴുന്നള്ളിപ്പാണ് ഈ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2 വർഷം ഈ പറയുന്നത് പോലെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷത്തിൽ 2 തവണ ഇതേ രീതിയിൽ വിമാനത്താവളം അടച്ചിട്ടുകൊണ്ട് റൺവേ ജനങ്ങൾക്ക് തുറന്നിട്ടുകൊണ്ട് ഇതിലൂടെ പോകാനുള്ള ഒരു അവസരം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഏതായാലും മറ്റു ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമാന സർവീസുകളുടെ ഒക്കെ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വർണ്ണാഭമായ വലിയ രീതിയിലുള്ള സമ്പന്നമായ ഒരു ഘോഷയാത്ര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.